ഹലോ ഗൈസ്, ഇത് നമ്മൾ നാട്ടിൽ പോയതിൻ്റെ പിറ്റേ ദിവസം, അതായത് പൊന്നൂനെടുക്കാൻ വന്നിനെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പൊന്നൂൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ നേരെ പറശ്ശിനി കടവിലേക്കാണ് പോകുന്നത്. അപ്പോൾ പൊന്നു താമസിക്കുന്ന ചെറിയൊരു വാടക വീടാണിത്. അപ്പം നമ്മൾ ഇന്നലെ ഈ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്താ പറയുക, രാവിലെ ആയപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചു, വണ്ടി എടുത്ത് വന്നതല്ലേ. നമ്മൾ സാധാരണ ഒരു പുതിയ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലാകുമ്പോൾ പറശ്ശിനിക്കടവ് പോകുന്നൊരു പതിവുണ്ടല്ലോ. അപ്പം നമുക്ക് മുത്തപ്പനെ കണ്ടിട്ടില്ലെങ്കിൽ വന്നിട്ട് മുത്തപ്പനെ കണ്ടിട്ടില്ലെങ്കിൽ ഒരു വിഷമം പോലെയാണ്. അപ്പം മുത്തപ്പനെ കാണാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ എണീച്ച്, രാവിലെ എന്ന് പറഞ്ഞാൽ അതിരാവിലെ എന്നല്ല, കാരണം വന്ന് കിടക്കുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം 4 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഒരു 10 മണി 10:30 ആകുമ്പം മറ്റും എഴുന്നേറ്റു. അപ്പോൾ തന്നെ കുളിച്ച് എല്ലാവരും ഫ്രഷായി പിന്നെ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്നുള്ള രീതിയിലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും. ഇത് ചെറിയൊരു വീടാണ് പൊന്നുവേണ്ടത്. അപ്പം നേഷൻ ആ ഫാനിൽ എന്തൊക്കെയോ പൊടിയോ കാര്യങ്ങളോ എന്തെല്ലാം ഉണ്ടായിരുന്നു. അത് പൊന്നുവിനെ കൊണ്ട് എന്തായാലും ഏന്തി വലിഞ്ഞ് ഒറ്റക്ക് നിൽക്കുന്നതല്ലേ, അഥവാ വീഴുകയോ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാലും പണിയല്ലേ. അപ്പം ഒരു ചെറിയ രീതിയിലൊന്ന് വീട് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പറശ്ശിനിക്കടവിലേക്ക് ഇറങ്ങി. കുറേ ദൂരമുണ്ട് ശരിക്കും പറഞ്ഞാൽ പറശ്ശിനിക്കടവിലേക്ക്, ഇവിടെ വീട്ടിൽ നിന്നോട്ടേക്ക്. നമ്മൾ മാപ്പിട്ട് ആണ് പോയിട്ടുള്ളത്. അത് മട്ടന്നൂർ ടൗൺ എത്താൻ തന്നെ ഒരുപാട് സമയം എടുത്ത പോലെ തോന്നി. കൂത്തുപറമ്പ് നമ്മളെ വീട്ടിൽ നിന്ന് ഇത്രയും സമയം ഉണ്ടോ എന്നൊരു സംശയം. ചിലപ്പോൾ അത് നമ്മൾ റെഗുലറായിട്ട് അങ്ങനെ പോകുന്നത് കൊണ്ട് തോന്നുന്നതായിരിക്കും. ആദ്യമായിട്ട് പോകുന്ന വഴികൾ നമുക്ക് കുറച്ച് ദൂരം പോലെ തോന്നുമല്ലോ. ഇത് കുറ്റ്യാട്ടൂർ വഴിയാണ് മറ്റോ പോയത്. കുഴപ്പമില്ല, റോഡൊക്കെ നല്ലതായിരുന്നു. എന്നാലും നമ്മൾ ഇന്നലെ വീട്ടിൽ നിന്ന് വന്ന്, അല്ല കൊച്ചിയിൽ നിന്ന് ഇവിടത്തോട്ടേക്ക് വന്ന് അങ്ങനെ മൊത്തത്തിലൊരു ടയേർഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ദൂരമുള്ള പോലെ തോന്നി. അങ്ങനെ നമ്മൾ നേരെ പറശ്ശിനിക്കടവിലെത്തി, വണ്ടിയൊക്കെ വെച്ചു. അവിടുന്ന് നേരെ മുത്തപ്പൻ്റെ അടുക്ക് എത്തി. അപ്പോൾ നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തപ്പനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ രാവിലെ 7:30 മുന്നേ മുത്തപ്പൻ്റെ അടുക്ക് എത്തണം. അതുപോലെ വൈകുന്നേരം എനിക്ക് തോന്നുന്നു ഒരു 6 മണി 6:30 കഴിഞ്ഞിട്ട് ചെയ്യുന്നു കഴിഞ്ഞാൽ മുത്തപ്പൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് നേർച്ച വാങ്ങിക്കാനൊക്കെ പറ്റുള്ളൂ. മുത്തപ്പൻ്റെ അനുഗ്രഹം കിട്ടണമെന്നുണ്ടെങ്കിൽ, മുത്തപ്പനെ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിങ്ങിൽ തന്നെ പോകണം. ഇത് നമ്മൾ പിന്നെ ഒന്ന് പറശ്ശിനിക്ക് പോവാം എന്നുള്ളൊരു ഇതുകൊണ്ടും അവിടെ എന്തെങ്കിലും ഒരു നേർച്ച ചെയ്യാം എന്നുള്ള ഒരു നേർച്ചയല്ല, എന്താ പറയുക, വഴിപാട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതുകൊണ്ടും നമ്മളങ്ങനെ പോയതാണ്. ഇവരാരും വീഡിയോ എടുക്കില്ല. ഇവരെ വീഡിയോ ഞാൻ എടുക്കണം, എൻ്റെ വീഡിയോ ഇവർ ആരും എടുത്തു തരില്ല. അതാണ് എന്നെ എവിടെയും കാണാത്തത്. അങ്ങനെ നമ്മൾ മുത്തപ്പൻ്റെ പ്രസാദമായിട്ടുള്ള മമ്പയറും തേങ്ങാക്കൊത്തും ഇതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് തന്നെയാണോ വന്നിട്ടെന്ന് വെച്ചാൽ ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് നമുക്ക്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കിട്ടുമോ എന്നുള്ളത് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെടുക്കുക ഒരാളിങ്ങനെ നമ്മളിങ്ങനെ അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് മുന്നോട്ട് ചോദിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇവിടേക്ക് പോയിക്കോന്നോ, നമ്മളൊന്ന് കിട്ടൂ, പോയി നോക്ക്, ചിലപ്പോൾ കിട്ടുമായിരിക്കും, അടക്കാൻ പോകുന്നേ ഉള്ളൂ. അത് ഒരു നമുക്ക് അന്ന് അവിടെ എത്തിയപ്പോൾ ഇല്ലേ, അത് ഭയങ്കര ഒരു ഇതുപോലെ തോന്നി. കാരണം നമ്മൾ എത്തുമ്പോഴത്തേക്ക് തന്നെ നമ്മളാണ് ആ ലൈനിൻ്റെ ലാസ്റ്റ് ഉണ്ടായത് എന്ന് പറയാം. നമ്മൾ ഇപ്പോൾ അയാൾ മേലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ പറഞ്ഞു വേഗം വന്നോ എന്നാലേ കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഓടിച്ചാടി കയറിപ്പോയതാണ് മേലയിലേക്ക്. അതാണ് ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്നൊക്കെ പറയുന്നത്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് മുത്തപ്പൻ്റെ അടിക്ക് എത്തിയിട്ട് മുത്തപ്പൻ്റെ എല്ലാ പ്രസാദങ്ങളും കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. കാരണം ഇവിടെ ക്യൂ നിന്ന് മടുത്തു പോകുന്നൊരു സിറ്റുവേഷൻ പോലും ഉണ്ടാവും. അത്രക്കും ജനങ്ങളായിരിക്കും ഊണിനൊക്കെ കാര്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. എല്ലാം ഒരു എന്താ പറയുക, ഒരു മോര് കറി ഉണ്ടാവും, പച്ചടി എന്നല്ല പച്ചമോരിൻ്റെ അകത്തേക്ക് എന്തെല്ലാം മുറിച്ചിട്ടിട്ടുള്ളൊരു സംഭവം, ഇത് പച്ചമുളകും അങ്ങനെ എന്തൊക്കെ ഇട്ടിട്ടുള്ളത്, പിന്നെ ഒരു കായ്ക്കറി അങ്ങനെ എന്തോ ഉണ്ടായത്. വേറെ ഒന്നുമില്ല, ഇത്ര മാത്രമേ ഉണ്ടാവും ഭക്ഷണത്തിന്. പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. നമ്മളിപ്പം ചോറെല്ലാം കുറച്ച് വിളമ്പുമ്പോഴേക്കും നമുക്കിത് തിന്നാൽ മതിയാവുമെന്ന് തോന്നിപ്പോവും. പക്ഷെ അതുപോലെ നമുക്ക് തിന്ന് തീർക്കാൻ ചില സമയത്ത് പറ്റില്ല. അത്രയും ടേസ്റ്റുള്ള ഭക്ഷണമായിരിക്കും ഇവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ മുത്തപ്പൻ്റെ ഭക്ഷണമെല്ലാം കഴിച്ച് ഭയങ്കര ഒരു അനുഗ്രഹം കിട്ടിയ പോലെയായിരുന്നു. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഏത് അമ്പലത്തിൽ ഭക്ഷണങ്ങളുണ്ടെങ്കിലും ഒരു നേരം ഭക്ഷണം കിട്ടാത്തവർക്കാണ് അന്നദാനം കൊടുക്കുന്നതെന്നൊക്കെ പറയും. പക്ഷേങ്കിൽ അമ്പലത്തിലെ ഭക്ഷണം നമ്മൾ പോയി കഴിക്കുമ്പോൾ ആ ഒരു ഫീലില്ലേ, അത് എന്താ പറയുക, എനിക്കത് ഭയങ്കര പ്രാധാന്യമുള്ളത് പോലെയാണ്. ആ ഭക്ഷണം എനിക്ക് കിട്ടുന്നത് ഭയങ്കര ഒരു ഫീലാണ്. ഏതൊരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ ഒരു അന്നദാനം നമുക്ക് കിട്ടുക, അത് നമ്മൾ ആസ്വദിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് നമ്മൾ കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് ഞാൻ കഴിയുന്നതും അവിടെ പോയി കഴിഞ്ഞാലും മിസ് ചെയ്യാണ്ട് കഴിക്കാൻ. ഞാൻ ഒറ്റയ്ക്ക് പോകുന്നുണ്ട്, ഞാൻ എത്ര റിസ്ക് എടുത്തിട്ടും കഴിക്കും. ഇവരെയൊന്നും കൂടെ പോയി കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല. കാരണം ഇവർക്കാർക്ക് ക്യൂ നിൽക്കാനോ ഇങ്ങനത്തെ റിസ്ക് എടുക്കാനൊന്നും വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ നേരെ നമ്മളെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടാണല്ലോ ഉള്ളത്.
അപ്പോൾ അതൊന്നും ഇതുവരെ അവിടെ വാടകയ്ക്ക് വന്നപ്പം കോളിലൂടെയുള്ള ഒരു കാര്യങ്ങളല്ലാണ്ട് അവരെ നേരിട്ട് കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നേരെ നമ്മളെ വീട്ടിലോട്ടേക്ക് പോയി. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അവിടെ കുറച്ച് സമയം ഇരുന്നു. അതിനുശേഷം നേരെ അച്ഛൻ്റെ അടുക്ക വന്നു. അച്ഛന് വീഡിയോയിൽ വരുന്നതൊന്നും വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. നമുക്ക് പിന്നെ ഇടിച്ചക്കയും അങ്ങനെയുള്ള കുറേ ചക്ക, മാങ്ങ, തേങ്ങ അങ്ങനെ പോലുള്ള കുറേ ഐറ്റംസ് എല്ലാം എടുത്ത്. ഇവിടെ ഫുള്ള് പച്ചപ്പാണ്, കംപ്ലീറ്റ് ചെടിയും അതും ഇതും. കനാലാണ് നമ്മളെ പിന്നെ അച്ഛൻ്റെ വീട് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം കനാൽ നല്ല വെള്ളം ഇറക്കിയിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം അച്ഛൻ വെച്ച വാഴയാണ്. ഇപ്പോഴത്തെ അച്ഛൻ്റെ വാഴയാണോ എന്ന് എനിക്കറിയില്ല. അച്ഛൻ ഇവിടെ ഇങ്ങനെ വാഴ വെക്കലുണ്ട്. വാഴയും മഞ്ഞളും കാര്യങ്ങളെല്ലാം അച്ഛനാണ് വെക്കുന്നത്. പിന്നെ അവിടെ നിന്നെല്ലാം കുറച്ച് ഇപ്പുറത്തെ ആൾക്കാരെല്ലാം കണ്ട് സംസാരിച്ചിട്ട് നേരെ പിന്നെ പൊന്നുവിനെ പൂക്കോട് ഇറക്കി കൊടുത്ത് അവിടുന്ന് നേരെ നമ്മൾ പിന്നെ തലശ്ശേരി ചോനാടത്തേക്ക് തന്നെയാണ് വന്നത്. മാഹി ബൈപ്പാസ് വഴി കയറുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നി. നമ്മൾ മറ്റേ വഴി പോയില്ല, പാനൂർ വഴി പോകാണ്ട് നേരെ ഇങ്ങോട്ടേക്ക് തന്നെയാണ് വന്നത്. അപ്പം 6 മൈൽ എത്തുന്ന 5 മൈൽ നമ്മൾ ഓമാസിൻ്റെ അടുക്കുള്ള പമ്പ് കയറി പെട്രോളെല്ലാം അടിച്ച് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഇതിപ്പം കോഴിക്കോട് എത്തിയതിന് ശേഷമാണെന്ന് തോന്നുന്നു, കോഴിക്കോട് പാസ് ചെയ്ത് അവിടെ എവിടെയോ ആണെന്ന് തോന്നുന്നു ഭക്ഷണം കഴിച്ചത്. പൊറോട്ടയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഫ്രൈഡ് റൈസും എന്തോ ആണ് പാറോ അവരൊക്കെ വാങ്ങിച്ചത് ആദ്യമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. നേരെ ഇപ്പോൾ തൃശ്ശൂരെത്തി. ഇത് വലിയൊരു വീഡിയോ ഒന്നുമല്ല. തിരിച്ചു വരുമ്പോൾ എടുത്തു വെച്ച കുറച്ച് കാര്യം. അപ്പോഴത്തേക്കിന് ശരിക്കും നല്ല ടയേർഡായി, കാരണം 2 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കുന്നില്ല. നേഷന് നല്ല എന്താ പറയുക, കാലെല്ലാം ഇങ്ങനെ. ഇത് വടക്കുന്നാഥൻ്റെ ആ ഒരു ഇത് ഞാൻ ഫോക്കസ് ചെയ്ത് നോക്കി, പക്ഷേ നടന്നിട്ടില്ല രാത്രി ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് 1 മണിയാവാനാകുമ്പോൾ വീട്ടിലെത്തിയത്. എല്ലാം ഇടം വെച്ച് പെട്ടെന്ന് പോയി ഒന്ന് മേല് കഴുകി വേഗം പോയി ഒന്ന് കിടന്നുറങ്ങി. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ട ആത്തിച്ചക്ക അങ്ങനത്തെ കുറേ സാധനങ്ങളെല്ലാം എടുത്തിട്ടാണ് തിരിച്ച് വന്നത്. പൊന്നുവിൻ്റെ അടിക്കുന്നതാണ് ആത്തിച്ചക്ക എടുത്തിട്ടുള്ളത്. അപ്പോൾ സമയം കുറേ, ഇത് 1 മണിയാണ്, അങ്ങനെ എന്തോ ആയി, 1 മണിയെല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ സൂസിപ്പണ്ണൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.